നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഏകദേശം ഒരാഴ്ച മുന്നേ OTT റിലീസ് ചെയ്ത ഒരു സിനിമയുടെ വിശേഷമാണ്. ഒരു കൊല്ലത്തിന് മുന്നേ തിയേറ്ററിൽ ഇറങ്ങി അത്യാവശ്യം തരക്കേടില്ലാത്ത ഫീഡ്ബാക്ക് ഒക്കെ കിട്ടിയ സിനിമയാണ്. സിനിമയുടെ പേര് അസ്ത്ര. 1 മണിക്കൂർ 43 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള സിനിമ. ആസാദ് അലവിലാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. മെയിൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് അമിത് ചക്കാലക്കലാണ്. ജോഷി മാത്യു എന്ന പോലീസ് ഓഫീസറായിട്ട് വരുന്നത്. ഇത് കൂടാണ്ട് സുധീർ കനമനയുണ്ട്, കലാഭവൻ ഷാജൻ ഉണ്ട്, സെന്തിൽ കൃഷ്ണയുണ്ട്, ജയകൃഷ്ണൻ ഉണ്ട്, പിന്നെ സെന്തിൽ കൃഷ്ണയുണ്ട്, സുഹാസിനി കുമാരൻ അവർ തമിഴ് നടിയാണ്, അവരുണ്ട്. ഇങ്ങനെ കുറച്ച് സന്തോഷ് കീഴാടൂരുണ്ട്. ഇങ്ങനെ ഒരു നമ്മളറിയുന്ന ഒരു പറ്റം താരങ്ങളുള്ള ഒരു സിനിമ. ഒരു ഗ്രാമത്തിൽ നഗരത്തിൽ നടക്കുന്ന 3 കൊലപാതകങ്ങൾ, അതായത് ഒരു സീരീസ് ഓഫ് മർഡർ അങ്ങനെ നടക്കുകയാണ്. അതിനെ അന്വേഷിക്കാനായിട്ട് എത്തുന്ന ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. അതായത് ലോക്കൽ പോലീസ് അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ സാധിക്കാതെ ഇൻവെസ്റ്റിഗേഷൻ സ്പെഷ്യൽ ടീമിന് ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ കൈമാറുന്നു. ഈ മർഡർ നടക്കുന്ന ഓരോ സ്ഥലത്തും ഒരു അസ്ത്രത്തിന്റെ സിമ്പിൾ എഴുതി വെച്ചിട്ടാണ് കൊലയാളി പോകുന്നത്. അങ്ങനെ അത് കണ്ടുപിടിക്കാൻ ആണ്, അതായത് 3 കണക്റ്റിംഗ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഒരു അസ്ത്രത്തിന്റെ സിമ്പിൾ വെച്ചിരിക്കുന്നത്. അങ്ങനെ 3 കൊലപാതകങ്ങൾ നടക്കുന്നു. അത് അന്വേഷിക്കാൻ ഒരു ടീം വരുന്നു. സിനിമയിലെ പോസിറ്റീവ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, സിനിമ എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തിൽ പറഞ്ഞാൽ എനിക്ക് എബോവ് ആവറേജ് ആയിട്ടുള്ള ഒരു സിനിമയാണ് തോന്നിയത്. ഭയങ്കര വലിയ സൂപ്പർ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു നല്ല സിനിമ. അതിനപ്പുറത്തേക്ക് ഗംഭീരം എന്ന് പറയാൻ തോന്നിയില്ല. പക്ഷേ കുറെ നല്ല പെർഫോമൻസുകൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ പെർഫോമൻസ് ഈ സുഹാസിനി കുമരൻ എന്ന് പറഞ്ഞ ആ റോള്, അവര് ഫൈറ്റൊക്കെ നന്നായിട്ട് ചെയ്യേണ്ട ഒരു റോളാണ്. അവർ ആ റോള് ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പണ്ട് വിജയശാന്തിയൊക്കെ ചെയ്യണ അങ്ങനെ ഭയങ്കര കൺവിൻസിങ് ആയിട്ട് ഫൈറ്റ് ചെയ്ത അവരുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. അവർ തമിഴ് നടിയാണ്. പിന്നെ ഓഫ് കോഴ്സ് അമിത് ചക്കാലക്കലിന്റെ ആക്ടിങ് എനിക്ക് പണ്ടേ ഇഷ്ടമാണ്, ഭയങ്കരമാണ്. അമിത് ചക്കാലക്കലുള്ള സിനിമകൾ കാണാനും ഇഷ്ടമാണ്. കാരണം പുള്ളിയുടെ സിനിമയിൽ എന്തെങ്കിലും ഉണ്ടാവും നമുക്ക് കാണാൻ, അല്ലെങ്കിൽ ഒരു നിരാശ തന്ന ഒരു സിനിമ ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് വാരിക്കുഴിയിലെ കൊലപാതകമാണെങ്കിലും ഈ ഷാജോണിന്റെ കൂടെ അഭിനയിച്ച ഇഷ്ടം, അങ്ങനെ ഒരു സിനിമ ഇറങ്ങി. അത് എല്ലാ സിനിമയിലും അമിത്തിന്റെ റോള് നന്നായിരിക്കും. ഈവൻ നമ്മുടെ ഇത്തിക്കര പക്കിയിൽ ചെറിയ റോളാണെങ്കിലും, അല്ലെങ്കിൽ കായംകുളം കൊച്ചുണ്ണി പോലും അമിത്തിന്റെ റോൾ എപ്പോഴും വളരെ മനോഹരമായിരിക്കും. വളരെ കൺവിൻസിങ് ആയിട്ട് ഒരുപാട് ഇമോഷൻസ് മുഖത്ത് കൊണ്ടുവരാണ്ട് നമ്മളിലേക്ക് ഇമോഷൻസ് കൺവേ ചെയ്യാൻ കാലിബറുള്ള ഒരു നടനായിട്ടാണ് എനിക്ക് അമിതിനെ തോന്നിയിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള നടനാണ്. അമിത്തിന്റെ സിനിമകൾ കാണാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ അമിത്തിന്റെ ക്യാരക്ടർ ഇതിനകത്ത് വളരെ കൺവിൻസിങ് ആയിട്ട് വളരെ സ്റ്റൈലായിട്ട് തന്നെ പുള്ളി പെർഫോം ചെയ്തു. സന്തോഷ് കീഴാട്ടൂർ ഒരു വെറൈറ്റി റോളായിരുന്നു. സന്തോഷ് കീഴാട്ടൂരിന് അധികം ഇതുപോലത്തെ അവസരങ്ങൾ കിട്ടാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. വളരെ മനോഹരമായിട്ട് ആ റോൾ കൈകാര്യം ചെയ്തു. പിന്നെ എനിക്ക് തോന്നിയത് സെന്തിൽ കൃഷ്ണ ഒരുപാട് വലിയ റോളൊന്നുമില്ല, കുറച്ച് സമയത്തേ ഉള്ളൂ. പുള്ളിക്കാരൻ ആ റോള് വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നീനാക്കുറുപ്പുണ്ട്, പിന്നെ മേഘനാഥനും നീനാക്കുറുപ്പുണ്ട്. ഇവർ രണ്ടുപേരും അവരുടെ റോള് വളരെ മനോഹരമായിട്ട് ചെയ്തവർ തോന്നി. തീർച്ചയായിട്ടും ഒരു തവണ നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ്. മസ്റ്റ് വാച്ച്. ഗംഭീരം എന്നൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും കുറെ ക്ലീഷ എലമെന്റ്സ് ഉള്ളതുകൊണ്ടാണ്. അതായത് നമ്മൾ ഇങ്ങനത്തെ സിനിമകൾ എവിടെയൊക്കെയോ കണ്ട പോലെ അല്ലെങ്കിൽ തോന്നിയത് കൊണ്ടാണ് ഒരു ഗംഭീരം എന്ന് പറയാൻ തോന്നുന്നത്. അല്ലാത്ത രീതിയിൽ നോക്കുമ്പോൾ നോർമൽ ഫ്രീ ആയിട്ടിരുന്ന് കണ്ടു നോക്കാൻ പറ്റുന്ന ഒരു ചെറിയ 1.25 മണിക്കൂറല്ലേ ഉള്ളൂ, ചെറിയ സിനിമയാണ്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാൽ ഇഷ്ടപ്പെടാവുന്ന ഒരു ചെറിയ സിനിമയാണ് അസ്ത്ര. അപ്പോൾ കണ്ടു നോക്കൂ, കണ്ടിട്ട് വിശേഷങ്ങൾ അറിയിക്കൂ. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വേറൊരു ദിവസം വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട് ആൻഡ് ബൈ.